നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റും. ഡിവോഴ്സ് കഴിഞ്ഞില്ലേടാ, നിനക്ക് ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ ആ പെങ്കൊച്ചിനെ? അവൾ അവളുടെ കാര്യം നോക്കി അവളുടെ ഇഷ്ടത്തിന് എവിടെയൊക്കെ ജീവിക്കട്ടെ. ഈ ഡിവോഴ്സ് ഫയലായിട്ടും അവൾ എന്ത് ചെയ്യുന്നു, അവളെങ്ങനെ നോക്കുന്നു, അവളെങ്ങനെ ജീവിക്കുന്നു നോക്കി നടക്കാൻ നിനക്ക് എന്തുവാ? സ്വന്തം കുഞ്ഞിന്റെ ബർത്ത്ഡേ പോലും ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓർമ്മയില്ല. ഇപ്പം വീണ്ടും കുരുവാട്ടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞാറ്റയുടെ വീട്ടുകാര് ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ വലിയ രീതിയിൽ ഫംഗ്ഷനൊക്കെ വെച്ച് ആൾക്കാരൊക്കെ കൂട്ടി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞാറ്റ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് ഫോട്ടോയും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോഴാണ് ഈ കുഞ്ഞിന്റെ തന്ത എന്ന് പറയുന്ന ഇച്ചായന് അയ്യോ ഇന്ന് എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണല്ലോ എന്നുള്ള ഓർമ്മ വരുന്നത്. നട്ടപ്പാതിരാത്രിക്ക് അതുകൊണ്ട് ഏതോ ഒരു വീഡിയോ ഒക്കെ വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് സ്വന്തം കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള ഇച്ചായന്റെ ആകെയുള്ള വിവരം. എന്താ അല്ലേ? കോടതിയിൽ പോയിട്ട് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് കോടതി മാസത്തില് 2 ശനിയാഴ്ച എങ്ങാണ്ട് കുഞ്ഞിനെ കാണിക്കാം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പോയി അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടു കൊടുത്ത ഇച്ചായനാണ് അയ്യോ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലേ, കുഞ്ഞിനെ തരുന്നില്ലേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. വീണ്ടും കോടതി പോയിട്ടാകുമ്പോ എന്താ പറഞ്ഞേ? എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല, ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ അല്ലേ പറഞ്ഞേ? എന്നിട്ട് നാടകം കളിക്കാൻ കുറച്ച് ഉളുപ്പ്. ഇപ്പൊ കുഞ്ഞാറ്റ കുറച്ച് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അതില് കുറെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പല പെൺകുട്ടികളുമായിട്ടുള്ള പല ചാറ്റുകളും പല ബന്ധങ്ങളും അതിലൂടെ കക്ഷിയെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ചോദിച്ചു മേടിച്ചതാ. അടങ്ങി ഒതുങ്ങി നടക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ചൊറിഞ്ഞു കഴിയുമ്പം അവളെ വീടിനെ വെറുതെ ഇരിക്കത്തില്ല. ആ റീൽസിന്റെ താഴെ കുഞ്ഞാറ്റ പിൻ ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. നീ ഒരു നല്ല ആക്ടർ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഞാൻ ഇനിയും ലീഗലി തന്നെ മൂവ് ചെയ്യുന്നുള്ളൂ. കുറെ കാലമായിട്ട് മിണ്ടാതിരുന്നത് കൊച്ചിന്റെ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടും ഫാമിലിനെ കുറിച്ച് ആലോചിച്ചിട്ടും പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റ ഒരു സംഭവം എഴുതി അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വല്ല ബോധവും ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഇച്ചായനുണ്ടോ? കൊച്ച് വളർന്നു വരുമ്പം ഏത് രീതിയിലാവും, അല്ലെങ്കിൽ ആ കൊച്ചിനെ ആൾക്കാർ ഏത് രീതിയിൽ ജഡ്ജ് ചെയ്യും, എന്താണ് അതിന്റെ ഫ്യൂച്ചർ, എന്തെങ്കിലും അറിയാവോ? ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നു വന്നിട്ട് ഓരോന്നുണ്ടാക്കി രേണുസുധിയുടെ കാര്യത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ പിള്ളേർക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യണ്ടോ എന്താന്നൊക്കെ പാടുന്നത്. എനിക്ക് പാപ്പ അതിന് ഞാൻ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. അപ്പം ഞാൻ അതിന് മുമ്പ് സൗണ്ട് കണ്ടോടെ കുഞ്ഞാറ്റ മറ്റേ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ എല്ലാ കുളിച്ചതും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അതും കൊണ്ടാണ് ഇപ്പൊ അവൻ വന്നേക്കുന്നത്. സൗണ്ട് കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിലും ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോത്തിൽ കാര്യം പറയണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് ഇത് ചെയ്യാനുള്ള ഇതെനിക്കില്ല. ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു കാര്യങ്ങളെ പറയാൻ എനിക്ക് വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ഒരു പാവമാണ്. അത് ആദ്യമേ തന്നെ പറയുകയാണ് കേട്ടോ. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിയപ്പെട്ടവരായിരുന്ന ഒരാൾ എനിക്ക് ഇതിലെ ഒരു സാധനം ചെയ്തിരുന്നു. അതിന് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാനിവിടെ കാണിക്കാം. 2023 എനിക്കെതിരെ ഒരാൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തായിരുന്നു. ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അന്ന് ചെയ്തിരുന്നു. അപ്പൊ അന്ന് ചെയ്ത് കഴിഞ്ഞപ്പം അതിനുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീക്കെതിരെ, അതായത് സ്ത്രീക്ക് ഭയങ്കര വൾഗറായിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ബാക്കിയുള്ള സ്ത്രീകളൊക്കെ എവിടെ പോയി? ഒരു സ്ത്രീയോ? ബാക്കിയൊക്കെ പിന്നെ കാശിക്ക് പോയോ? അനാവശ്യമായിട്ട് കുറെ ബ്ലോഗേഴ്സിനെ അവരുടെ ഭാര്യമാരൊക്കെ പിടിച്ചിരുത്തി വലിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് നീയല്ലേ? വായ്ത്താളം അടിക്കാതെ എന്തേലും ഉണ്ടെങ്കിൽ നീ തെളിവുകൾ വെച്ച് കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യും. അതല്ലേ അപ്പുറത്തുനിന്ന് ചെയ്യുന്നേ. അതുപോലെ തെളിവുകൾ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യും. അത് ചെയ്യാതെ വായ്ത്താളം അടിക്കാൻ നിൽക്കരുത്. കേസ് കൊടുത്തത് അതിന് കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് ചിന്തിച്ചു പറയാട്ടോ. അതായത് അന്ന് അവള് ആ പറയുന്ന വ്യക്തി ആളുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ ഞാൻ മൊത്തത്തിൽ അവരുടെ വീട്ടുകാരായിട്ട് കയറി പോകില്ല. അവരുടെ വർക്കും കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ അവരായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഞാൻ അന്ന് വീട്ടിൽ വിട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അവരുടെ പേര് ഞാൻ ഇതിലേക്ക് പറയുന്നില്ല. അവരിവിടെ ഒരു കംപ്ലൈന്റ് അടിമാറ്റല്ല കംപ്ലൈൻറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഠത്തിൽ ജോലിയായിരുന്നു, ടൈൽവാണിയായിരുന്നു.
അപ്പൊ ഞാൻ അവന്മാരെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാംസണും കൂടെ കൂടിയിട്ട് വണ്ടി കൊണ്ട് അത് ഞാൻ വന്ന വണ്ടി ഏതാണെന്ന് ചെക്ക് ഫോട്ടോ അന്ന് അവനായിരുന്നു വണ്ടി ഓടിച്ചത്. ഞാൻ ഞങ്ങൾ പോയിരുന്നു, അവരെ കണ്ടു. തിരിച്ചു പോരുന്ന സമയത്ത് ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എനിക്ക് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ചാറ്റും കാര്യങ്ങളും എൻ്റെ ഇല്ല. ഈ സപ്പോസ് നാളെ ഒരു പ്രശ്നം കാര്യങ്ങൾ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് എടുക്കുന്നതായിരിക്കും. കാരണം എടുക്കണമല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന ഒരു 11 മണി രാത്രി സമയത്ത് ഒരു നമ്പറിൽ നിന്ന് എത്രയും നാള് നിനക്ക് ഈ തെളിവുകൾ എടുക്കണ്ട, ഒന്നും പറയണ്ട, പുതിയ ചാനൽ തുടങ്ങി അതിൽ ഇങ്ങനെ മിസ്ലീഡിങ് തംബ്ലൈന് കൊടുത്ത് ആൾക്കാരെ പറ്റിച്ച് റീച്ച് ഉണ്ടാക്കി അത് മുന്നോട്ട് പോയപ്പോ നിനക്ക് ഈ തെളിവുകൾ പുറത്തു വിടേണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നിനക്ക് തെളിവുകൾ പുറത്തു വിടേണ്ട ആവശ്യം എന്താണ്? ആവശ്യം വരുന്നു. ആ മെസ്സേജ് ഞാൻ എടുത്തു. വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. മെസ്സേജ് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വന്ന മെസ്സേജ് ഹായ് എന്നെ അറിയുമോ. അപ്പൊ ഞാൻ അപ്പൊ നമ്മൾ നോർമലി ഒരാൾ അയച്ചല്ലേ. അപ്പൊ ഞാൻ തിരിച്ചു മറുപടി കൊടുത്തു, എനിക്കറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പൊ എന്നെ മറന്നുപോയി, ഞാനാണ്, ഞാൻ ബാംഗ്ലൂർ അതായതാന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഒരാൾ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറക്കില്ലല്ലോ. മെസ്സേജുകൾ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഖം കണ്ടാൽ നമ്മൾ മറക്കില്ല. ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഇത് വളച്ചൊടിച്ച് വരുന്നത് എവിടേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് കുഞ്ഞാറ്റയാണ്. അവൻ ആരോടും ചാറ്റ് ചെയ്തിട്ടില്ല, കുഞ്ഞാറ്റ മനഃപൂർവ്വം തന്നെ കെണിയിൽപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. വേറൊന്നുമല്ല. വൺ ആയിട്ടാണ് ഫോട്ടോ അയച്ചിരുന്നത്. അതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിന്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മളവിടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമ്പോൾ ഫോട്ടോ കാണുന്നുണ്ടാവല്ലോ, ഒരു മോഡലിന്റെ ഫോട്ടോയാണ് പറഞ്ഞത്. ആ ഫോട്ടോ അയച്ചു തന്നു. അതിപ്പോ തന്നെ ഞാൻ ആ നമ്പറിന്റെ വാട്സപ്പിന്റെ ബോട്ടും കാര്യങ്ങളും നോക്കിയപ്പോൾ ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അപ്പൊ തന്നെ ഞാൻ എന്റെ കൂട്ടുകാരി എന്റെ ഫോണിൽ ഞാൻ സാധനത്തിനെ കാണിച്ചു. എടാ എനിക്കിതെന്തോ പണി വരുന്നുണ്ടറിയാ, കാരണം മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാരണം എന്നെ അറിയില്ലാത്ത ഒരാളെ, എനിക്ക് ബാംഗ്ലൂരാണ്, എന്റെ ലവറാണെന്ന് ഞാൻ ഇട്ടിട്ട് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ എന്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ സമയത്ത് എന്റെ ആ ഒരു ആള്, അതായത് ഞാൻ വിവാഹം കഴിച്ചിരുന്ന ആള് ആ സമയത്ത് നമ്മളെ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക്, അതായത് ആ അയച്ച ഫോട്ടോ കാണുന്ന വ്യക്തിക്ക് ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ എന്റെ നമ്പർ പോയി. അപ്പൊ ആ നമ്പർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുൻ ഭാര്യ എന്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. മനഃപൂർവ്വം ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് എന്നെ പെടുത്തി മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തതാണ്, എന്നെ നാണം കെടുത്തിയതാണ്, ഡിവോഴ്സ് മേടിച്ചതാണ് എന്നുള്ള രീതിയിലാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. ഉളുപ്പ് വേണം. ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്ന് അങ്ങ് മെഴുകുക കാണാന്നും പറഞ്ഞു. അല്ല അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഫോട്ടോ വോയിസ് അയക്കാൻ പറഞ്ഞു. സംസാരിക്കണം. അപ്പൊ തന്നെ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആള്, നമ്മൾ വർഷങ്ങളോളം ഇവര് കുഞ്ഞുനാൾ സംസാരിച്ചാണ്. ആ ആള് എത്ര ഇരുന്ന് കുഞ്ഞുനാൾ സംസാരിച്ചാലും നമുക്കത് അറിയത്തില്ലേ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാൻ പറഞ്ഞാൽ സംസാരിച്ചത് അവളാണ്, എനിക്കിട്ടുള്ള പണി വെച്ചിരുന്നാന്ന് പറഞ്ഞു. പിന്നെ എവിടെ വരെ പോകുന്നത് അത് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞ ആള് ജോലി കഴിഞ്ഞ നാളെ വരും. നിങ്ങൾ പറയുന്നത് പോലെ സ്വന്തം ഭാര്യയാണ് ഇത് ചെയ്തതെങ്കിൽ അതിനുള്ള റീസൺ ആരുണ്ടാക്കി കൊടുത്തു? ഒരു സംശയവും ഇല്ലാതെ, ഒരു കാര്യവും ഇല്ലാതെ, മാന്യമായിട്ട് നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ലൈഫ്, അതായത് മാരേജ് ലൈഫിൽ ഒരിക്കലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ വന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം, നിങ്ങളുടെ കള്ളത്തരങ്ങൾ കാരണം എന്തെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആ കൊച്ചിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇമാതിരി തെണ്ടിത്തരം വരേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? അതിനു മുമ്പേ താൻ എന്താണെന്നും താൻ എങ്ങനെയാണെന്നും തന്റെ കയ്യിലിരിപ്പ് എന്താണെന്നും ആ കൊച്ചിന് മനസ്സിലായി കാണും, ആരേലും അയച്ചു കൊടുത്തു കാണും. അതുകൊണ്ട് സംശയം വന്ന് കൊച്ചു അതങ്ങ് ചെയ്തു. അതിന് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം താൻ ഇതിനു മുമ്പ് താൻ എങ്ങനെയാണോ എന്നുള്ളത് വേറെ ആരെങ്കിലും ആ കൊച്ചിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. നാളെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന് മുമ്പ് ഞാൻ വരാം, ഉച്ച കഴിഞ്ഞിട്ടല്ലേ വരുവോളൂ, ഞാൻ സ്കൂട്ടി കൊണ്ട് വരാം, എനിക്ക് ലൊക്കേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. എന്റെ വീട് അങ്കമാലിയിലാണ്, ഞാനിപ്പോ ഉറങ്ങുവാ, ഞാൻ രാവിലെ വരെ എന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരി ഓക്കെ ഫൈൻ ഇതെല്ലാം പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് ചാറ്റിൽ എത്തിയപ്പോ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇത് നീ എനിക്കിട്ട് വെക്കണല്ലേന്ന് വെച്ചപ്പോ പറഞ്ഞു എനിക്കൊരു തെറി പറഞ്ഞു ഇങ്ങോട്ട് മെസ്സേജ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അത്രയും വൾഗറായിട്ട് അത്രയും മോശമായിട്ട് എന്റെ ആ ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അത് സീനാക്കി ഞാൻ ആ വണ്ടി തിരിച്ച് ഞങ്ങൾ നേരെ ഞാൻ അടിമാലി തന്നെ പോകുന്നു. ഞാൻ അടിമാലിയിൽ എന്റെ കൂട്ടുകാരൻ ഞാനും എന്റെ അമ്മ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരനോട് കൂടിയിട്ട് റൂം എടുത്തു. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. എടുത്തില്ലേ മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിഴ മലയുടെ മേടില്ല. അന്ന് റൂം എടുത്തത് സീനുണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ അവളന്ന് രാത്രി ഓർമ്മ ഞാനന്ന് മറ്റേ ആട്ടപ്പിനും ഞങ്ങൾ കാഞ്ചിന് ഞാനുകൾ കൂടി അന്ന് മറ്റേ അവര് മടത്തി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വന്നേ ഓർമ്മണ്ടോ? അന്ന് രാത്രി തിരിച്ചു പോയപ്പം
അവള് വേറെ ഒരു പെണ്ണാന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോയും വീഡിയോ ആ അയച്ചു. ആ ആ ഫോട്ടോയും വീഡിയോ അയച്ചു തന്നിട്ട് അതിന്റെ കേസ് വെച്ചിട്ട് അവള് പിറ്റേ നീ ഓർക്കണേ പോലീസുകാർ തെറി പറഞ്ഞതും മറ്റേ വക്കീൽ അത് ഓർക്കുന്നുണ്ട്. ആ അപ്പം അന്ന് ആ സീനിൽ അവളാ കൊടുത്ത കേസ് നീ ഓർക്കണല്ലോ പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞു പറയുന്നല്ല, നീ കേട്ടാ നീ മാത്രമേ എനിക്ക് സാക്ഷിയുള്ളൂ, കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ, നീ കേട്ടാല്ലേ. അവളന്ന് എന്നെ കൊണ്ട് വേറൊരു പെണ്ണാന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് വളരെ വൾഗറായിട്ടുള്ള, ഞാൻ നിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം കാണിക്കുന്നായിരുന്നു. അതെല്ലാം കാണിച്ചു തന്നിട്ട് ഈ പറയണ അവളാണ് അത് അന്ന് ആ കേസ് കൊണ്ടുപോയി കൊടുത്തത്. എന്നിട്ട് ആ കേസ് നിലനിൽക്കില്ല, നീ ഓർക്കണ്ട പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അവള് തെറി പറഞ്ഞ് ഫോൺ ഓഫ് ആക്കി ഓർക്കണ്ടോ. ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ബാക്കി ചാറ്റുകൾ കുഞ്ഞാറ്റ അന്ന് പുറത്തു വിട്ടത് ഇപ്പൊ പുറത്തു വിട്ടതൊക്കെ ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എ ആയിരിക്കും അല്ലെ. എന്തായാലും ഒന്ന് പറയുമ്പോ ഒന്നിക്ക് എ അല്ലെങ്കിൽ ഹാക്കിങ് ഇതുണ്ടല്ലോ, ഇപ്പം തെറ്റുകൾ ചെയ്യുന്നവർക്ക് എടുത്തിട്ട് മേലോട്ട് ചാടാൻ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തതില് അത് ഞാനില്ല, അത് എ ആണ്, അല്ലെങ്കിൽ അത് ഫേക്ക് ആണ്, അതോ അല്ലെങ്കിൽ ഞാൻ എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അടങ്ങി ഇത് വല്ല മൂലയ്ക്കും പോയിരിയടേ. ഇപ്പൊ ആ കൊച്ചിന്റെ ബർത്ത്ഡേയുടെ പൊട്ടറല്ലേ ഈ കാണുന്നത്. കഷ്ടം നിന്റെയൊക്കെ കാര്യം. ആ പെങ്കൊച്ച് എവിടെയെങ്കിലൊക്കെ മര്യാദയ്ക്ക് അതിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സും കഴിഞ്ഞ് രണ്ട് വഴിക്കായി, എന്നിട്ട് ഇറങ്ങിയേക്കുവാ അടുത്ത കോൺട്രവേഴ്സിയും കൊണ്ട്. ശരി എന്നാ, അതെങ്കിലും വൈകാതെ യൂട്യൂബിലും വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അണ്ണ.